ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചുരിദാർ കട്ടിംഗ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനൊക്കെ മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളടുത്ത് പറയട്ടെ. ഞാൻ ഫ്രീ ആയി ആരി വർക്കിൻ്റെ 15 ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. 15 ദിവസത്തെ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡിങ് ആക്കിയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും നൽകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ക്ലാസ് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, മെമ്പേഴ്സ് ആയതിനു ശേഷം. ശരി, നമുക്ക് നമ്മളുടെ ഇന്നത്തെ ചുരിദാർ കട്ടിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. 44 ചെസ്റ്റ് സൈസ് വരുന്ന ചുരിദാറാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നോക്ക്, നല്ല കത്തുന്ന റെഡ് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ആൻറ്റീൻ്റെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ്ങിനെ 4ആയി മടക്കിയിട്ടിട്ട് വേണം നമ്മളെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. സൈഡ് സ്ലിറ്റ് ചുരിദാറാണ്. മടക്ക് ഭാഗം താഴെയാക്കിയിട്ട് 4ആയി മടക്കി. ഞാൻ മടക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നില്ലേ? അപ്പോൾ ഇതാ എൻ്റെ സൈഡാണ് മടക്ക് ഭാഗം. ഇതാ ഈ ഒരു ഫോൾഡഡ് സൈഡ് വരേണ്ടത്. ഇതേ രീതിയിൽ മടക്കി എൻ്റെ സൈഡാണ് മടക്ക് ഭാഗം വരുന്നത്. ഇതാ ഇപ്പുറത്ത് ഓപ്പൺ സൈഡുമാണ്. ഇനി ഇതാ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെ ലൈനിങ്ങിൻ്റെ മുകളിലത്തെ ഭാഗമെല്ലാം ലേശം ചെരിഞ്ഞിട്ടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മളുടെ ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് 43 ഇഞ്ചാണ്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് 40 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചിട്ടാണ് ലൈനിങ് എടുക്കേണ്ടത്, ഒരു 3 ഇഞ്ചൊക്കെ. ഇനി നമ്മളുടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഫുൾ ഷോൾഡറിൻ്റെ പകുതി 7 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഫുൾ ഷോൾഡർ 14, അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. തയ്യൽ തുമ്പൊന്നും ചേർക്കുന്നില്ല. തയ്യൽ തുമ്പ് ചേർക്കാത്തത് ബാക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്ത് ഡീപ്പ് ആവുന്നതിന് നമ്മൾ ഷോൾഡറിൽ നിന്നും കുറച്ച് കൊണ്ടുവരാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില കണക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് 7 ഇഞ്ച് ഇവിടെ ഷോൾഡർ എടുത്തത്. ഇനി ഇതാ വീണ്ടും താഴോട്ട് 7 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് ആം ഹോൾ ലൈന് വരയ്ക്കുമ്പം ചെരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. കണ്ടോ, ആം ഹോൾ ലൈനും നമുക്ക് 7 തന്നെ വരച്ചു കൊടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്ത് തന്നെ വരച്ചു കൊടുക്കണം. ഇനി ഇത്തിരി ആം ഹോൾ ലൂസ് വേണമെന്നുള്ളവർ ഒരു 4 ഇഞ്ചും കൂടി എടുത്തിട്ട് അങ്ങനെ 7.25 മാർക്ക് ചെയ്യാം. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് നമ്മളെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളുടെ ഫുൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 44 ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ ഞാനിത് ചുരിദാറിൽ നിന്നും അളവെടുത്ത് അളന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 44 വരുന്നുണ്ട്. 44 ഹരിക്കണം 4 നോക്കിയാൽ 11 ഇഞ്ച് കിട്ടും. അപ്പോൾ 11 ഇഞ്ചിൻ്റെ അപ്പുറം ലൂസ് ഞാൻ വെറും 4 ഇഞ്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ആ ഒരു അളവിന് തന്ന ചുരിദാർ തന്നെ അത്യാവശ്യം ലൂസ് ഉള്ളതാണെന്ന് കസ്റ്റമർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ബോഡിയിൽ നിന്ന് എടുത്തിട്ടാണ് ചുരിദാർ തയ്ക്കുന്നതെങ്കിൽ 1 ഇഞ്ച് ലൂസ് എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ 11.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര വരെ ഡൗട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആം ഹോള്. ഇത് കഴിഞ്ഞാലാണ് നമുക്ക് ആം ഹോള് വരച്ചു കൊടുക്കേണ്ടത്. ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് ആം ഹോളിൽ ചുളിവോ കാര്യങ്ങളോ ഒന്നും വരില്ല. നല്ല വണ്ണമുള്ളവരാണെങ്കിൽ, ആ ഭാഗത്ത് നല്ല വണ്ണമുള്ള ഏജിമാരൊക്കെ ആണെങ്കിൽ നമ്മളൊരു 2 ഇഞ്ച് എടുത്ത് കൊടുക്കേണ്ടി വരും. 1.25 അങ്ങനെയൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം അളന്ന് നോക്കാനുണ്ട്. നമ്മളുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി ഇവിടെ ഉണ്ടോ എന്ന്. ഇതാണ് ആം ഹോൾ കേവ്. നമ്മളുടെ ചുരിദാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൈക്കുഴീൻ്റെത് അളന്നെടുക്കാൻ പറ്റും. കൈക്കുഴി ചുറ്റിലുള്ള അളവ് നമുക്ക് ബോഡിയിൽ നിന്നും എടുക്കാൻ പറ്റും. അതാ ഇത് കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൈക്കുഴി ചുറ്റിലുള്ള അളവ് എന്ന് പറയുന്നത്. അവിടെ ടാപ്പ് ഇട്ടിട്ട് വേണം ആം ഹോൾ റൗണ്ട് അളവ് എടുക്കാൻ. അതിൻ്റെ പകുതി നമുക്ക് അളന്ന് നോക്കുമ്പം ഈ ഒരു കേവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ടൈറ്റായി പോകാം, നല്ല ലൂസായി പോകാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കുമ്പോൾ മുകളിൽ തയ്യൽ തുമ്പായിട്ടൊരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു കേവ് അളന്ന് നോക്കാൻ. കണ്ടോ, ഇതുപോലെ അളന്ന് നോക്കുമ്പം 10 ഇഞ്ച് നമുക്ക് കിട്ടണം. ഇത്തിരി കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. 10 ഇഞ്ച് എത്തുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കേവ് കുറച്ചൊന്ന് താഴേക്കാക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ലൈൻ ഒരു 4 ഇഞ്ച് നീട്ടിയിട്ട് ഒന്നുകൂടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് വരച്ചാൽ മതി. ഞാനിപ്പോൾ ഇതാ സിമ്പിളായിട്ട് ഈ ഒരു ഫ്രഞ്ച് കേവ് യൂസ് ചെയ്തിട്ട് കേവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടോ, ഒരു പോയിൻ്റ് താഴ്ത്തിയിട്ട് അവിടെ വന്നല്ലോ.
അതായത് ഇതാ ഇങ്ങോട്ടേക്ക് ഈ ഒരു ആം ഹോൾ ലൈന് കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് നമ്മൾ വരച്ചാൽ മതി. അത്രയേ ഉള്ളൂ പണി കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തായാലും, അല്ലെങ്കിൽ പിടുത്തം വരും, ഭയങ്കര ടൈറ്റായി പോകും. എന്നിട്ട് ഇതിന് ശേഷം മാത്രം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഒന്നും കൂടെ അളന്ന് നോക്കിക്കോ നിങ്ങൾ. 10 ഇഞ്ച് ഇപ്പോൾ കിട്ടും നമുക്ക് എന്തായാലും. കണ്ടോ, 10 ഇഞ്ച് നമുക്ക് കിട്ടും. ഇനി അടുത്തത് വേസ്റ്റ് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യണം. ബെസ്റ്റ് റൗണ്ട് കൂടുതലുണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്യണം. അത് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ അളവ് ചുരിദാറിൽ നിന്നും കറക്റ്റ് ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത്ത് എടുത്തിട്ട്, ഇപ്പോൾ ഇതാ 14 അരയിൽ ഞാൻ മാർക്ക് ചെയ്തു. 14 വേസ്റ്റ് ലെങ്ത്ത് വരുന്നത്. ഒരു 1/2 ഇഞ്ചും ചേർത്ത് 14 അരയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പോയിൻ്റാണ്. എന്നിട്ട് ആ പോയിൻറ്റിന് നേരെ നമുക്ക് സ്കെയിൽ വെക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ എവിടെയോ കൊണ്ടുപോയി മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേസ്റ്റിൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് 38 38 ഹരിക്കണം 4 നോക്കി 9.5 കിട്ടി. അപ്പോൾ 1/4 ഇഞ്ചും ചേർത്ത് 9.25 മാർക്കിംഗ് കൊടുത്തു. നമ്മളിതാ ഇതേപോലെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പോയിൻറ്റ്സിനെ എല്ലാം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഹിപ്പ് മാർക്ക് ചെയ്യണം. നമുക്ക് ഇതേപോലെ തന്നെ ഹിപ്പ് ലെങ്ത്തും ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്യണം. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൂടുതൽ ബ്രസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ ഒരു ബെസ്റ്റ് വരുന്ന ഭാഗത്തെ അളവ് കൂടി എടുത്തിട്ട് അതിൻ്റെ 4/1 ലൂസും നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഇതാ ഇവിടെ ഒരു ഇത്തിരി ലൂസ് കൊടുക്കണം. ഇപ്പം ഞാനിതാ കൂടുതലൊന്നും ബെസ്റ്റ് സൈസ് ഇല്ല, എന്നാലും ഒരു ഇത്തിരി ലൂസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബെസ്റ്റിൻ്റെ അവിടെ പിടിച്ച് നിന്ന പോലെ ഉണ്ടാവും, പരത്തി വെച്ച പോലെയൊക്കെ ഓരോ ആൾക്കാരൊക്കെ കാണാറില്ലേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. മനസ്സിലായല്ലോ, ഞാൻ ചെറിയൊരു കേവ് ഷേപ്പ് ആ ഒരു ബെസ്റ്റിൻ്റെ ഭാഗത്ത് കൊടുത്തു എന്ന് മാത്രം. തയ്യൽ തുമ്പിലും അത് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താ, നമുക്ക് ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ഹിപ്പ് ലെങ്ത്ത് നമ്മളുടെ ഷോൾഡർ മുതൽ നമ്മളുടെ ആ ഒരു ഹിപ്പ് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ചുരിദാറിൻ്റെ ആ ഒരു സ്ലിറ്റ് കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് അളവ് ചുരിദാറിൽ നിന്നും അളന്നെടുത്താലും മതി. ഇതുപോലെ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ അളന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെത് 21 ഇഞ്ചിലാണ് ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു റെഡ് ചുരിദാറിൽ മാർക്ക് ചെയ്യുമ്പം 21.5 മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് കൂടെ നമുക്ക് ചേർത്തിട്ട് വേണം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 21 ജസ്റ്റ് ഒരു പോയിൻ്റ് പോലെ മാർക്ക് ചെയ്ത് നമുക്ക് സ്കെയിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു അളവ്. ഓക്കെ, ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മളുടെ ഹിപ്പിൻ്റെ 4/1 ലൂസും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് 44 വരുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ 4/1 എന്ന് പറയുമ്പം 44 ഹരിക്കണം 4 നോക്കിയാൽ 11 കിട്ടും. പ്ലസ് 1/2 ഇഞ്ച് ലൂസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ഹിപ്പിൻ്റെ അവിടെ, സ്ലിറ്റിൻ്റെ അവിടെ. ഓക്കെ, 11.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. നമ്മൾ ഓർക്കണം, സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ എപ്പോഴും തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് സ്ലിറ്റൊക്കെ സൈഡ് മടക്കി അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ മാത്രം 1 ഇഞ്ച്, ബാക്കി എല്ലായിടത്തും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെയായി നല്ല കേവ് ഷേപ്പിലാക്കി കൊടുക്കണം. ആ ഒരു ഷേപ്പിൻ്റെ അവിടുത്തെ പോയിന്റ് പോലെയൊക്കെയാണ് ഉള്ളതെങ്കിൽ. ഇനി നമുക്ക് താഴേക്കുള്ള ബോട്ടം വിഡ്ത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഒന്നുകിൽ സ്ട്രെയിറ്റ് കട്ട് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഒരു ഇത്തിരി വീതി കൂട്ടാം. സ്ട്രെയിറ്റ് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹിപ്പിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് താഴോട്ട് കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത്, സ്കെയിൽ ഒരല്പം ചെരിച്ച് വെച്ച് താഴത്തെ വീതി ഒരു 13 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഹിപ്പിൻ്റെ അവിടെ 11.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ബോട്ടം വിഡ്ത്ത് 13 ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളുടെ അളവ് ചുരിദാറിനെ ബേസ് ചെയ്തിട്ട് കൂടെ വേണം അത് എടുക്കാൻ. അപ്പോൾ 13 മാർക്ക് ചെയ്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്ര വരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പിന്നെ ഹിപ്പിൻ്റെ ഇവിടെയൊക്കെ കറക്റ്റ് എന്തെങ്കിലും ചെറിയ കട്ടിങ്സോ അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് എന്തെങ്കിലും മാർക്കിങ്സോ ഒക്കെ കൊടുക്കണം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഹിപ്പ് എവിടെയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഞാനിത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ബാക്കിയുള്ള, നെക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ ഒരു ലേശം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ചെയ്യാം. താഴെ മടക്ക് ഭാഗമാണ്, താഴെ നിന്നും കട്ട് ചെയ്തു
രണ്ടാക്കി കൊടുക്കുന്നു. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ആയി നമുക്ക്. ഇനി നമുക്കിതാ ഇത് രണ്ടും ഒരേ അളവിലാണ് ഉള്ളത്, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. അതിൽ നമുക്ക് ഒന്നിനെ എടുത്തിട്ട് അതിൻ്റെ ആം ഹോൾ അങ്ങ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അടയാളവും വെക്കണം കേട്ടോ, കാരണം നെക്ക് കട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. ഈ ഒരു പോർഷനിൽ മാത്രം ഒരു 1/4 ഇഞ്ച് മാത്രം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി മതി ചുരിദാറിന് നമുക്ക്. പിന്നെ ഞാൻ മെയിനായിട്ട് കട്ടിംഗ് ആണ് കാണിക്കുന്നത്, സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്, എന്നാലും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ. അപ്പോൾ ഇത് നമ്മളുടെ ഫ്രണ്ട് പാർട്ടാണ്. ഇത് തൽക്കാലം കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് നല്ല തുണി ഇവിടെ നിവർത്തിയിട്ടിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല തുണി കൂടെ കട്ട് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് അല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ നല്ല തുണിയും ഇതേപോലെ രണ്ടായി മടക്കിയിട്ട് നടുവേ ഒന്നുകൂടെ മടക്കി 4 ആക്കിയിട്ട് എടുക്കണം, ലൈനിങ് എടുത്ത പോലെ തന്നെ. എന്നിട്ട് മടക്ക് ഭാഗം താഴെയാക്കണം. അവിടെ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ പാർട്ട് എടുക്കുന്നത്. ഞാൻ ഇതേപോലെ മടക്കി ഇടുന്നുണ്ട്. വലിയ തുണിയായതുകൊണ്ട് വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ മടക്കി ഇട്ടിട്ട് നമ്മളുടെ ബാക്ക് പാർട്ടാണ് ഇത്. ബാക്ക് പാർട്ട് എടുത്തിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാൻ പോകുന്നത്. 2 പീസും നമുക്ക് കിട്ടും, ഫ്രണ്ടിലേതും ബാക്കിലേതും. ഫ്രണ്ടിലെ പാർട്ട് എടുക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലേത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. മനസ്സിലായിട്ടില്ലേ? ഇവിടെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഷോൾഡറിൻ്റെ മുകളിൽ വെക്കണം. എന്നിട്ട് താഴെ വരെ ലെങ്ത്ത് എത്ര കിട്ടുമെന്ന് നോക്കണം. നമുക്ക് 44 ആണ് വേണ്ടത്. തയ്യൽ തുമ്പടക്കം 44 ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇവിടെ സ്ലീവിന് നമുക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ 44 അവിടെ ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കണം കേട്ടോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നീളം കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈനിങ് വെച്ച് അതേപോലെ കട്ട് ചെയ്യില്ല. 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം. കത്രിക വെച്ച് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. താഴെ ഭാഗവും ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ നല്ല തുണിയും ലൈനിങ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മടക്കി ഇട്ടിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ തുണി. 4 ആയി നമുക്ക് മടക്കിയിടണം. ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കി എന്നിട്ട് വീണ്ടും നടുവിലേക്കൂടെ ഒന്നുകൂടെ നമുക്ക് മടക്കി ഇട്ട് കഴിഞ്ഞാൽ 4 ആയി മടക്കി. ലെങ്ത്തൊക്കെ നോക്കിയിട്ടുണ്ട്. നമുക്ക് അത്ര കൂടുതൽ ലെങ്ത്തൊന്നും കിട്ടില്ല. കിട്ടുന്നത് നമ്മൾ അങ്ങോട്ട് എടുക്കും. ഇതുപോലെ. എന്നിട്ട് ഇങ്ങനെ മടക്ക് അഡ്ജസ്റ്റ് ആക്കി ഇട്ട് കൊടുത്തത് എന്തിനാ? വീതി നോക്കണം നമുക്കിനി. നല്ല വീതിയൊന്നും വേണ്ട. അപ്പോൾ ശ്രദ്ധിക്കണം. മനസ്സിലായിട്ടില്ലേ ചോദിക്കണം. ഇതുപോലെ അങ്ങ് മടക്കി ഇട്ടിട്ടുണ്ട്. ടോട്ടൽ 4 ആയി മടങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ 10.5 ഇഞ്ചാണ് നമുക്ക് വീതി ഇങ്ങനെ മടക്കിയിട്ട് എടുത്തു കൊടുക്കേണ്ടത്. 10.5 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആം ഹോൾ കേവ് അളന്നാൽ 10 കിട്ടും. അതിൻ്റെ പരം 1/2 ഇഞ്ചും ചേർത്തിട്ട് 10.5-ൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ ചുളിവുണ്ടോ എന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീതി നമ്മളുടെ ആം ഹോൾ കേവ് അളന്ന് നോക്കുക. തയ്യൽ തുമ്പൊന്നും കൂട്ടാതെ അതിൻ്റെ പരം 1/2 ഇഞ്ച് ചേർക്കുക. നീളം ഞാനിത് 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് 14.5 ഇഞ്ച് വേണം. അപ്പോൾ ഞാൻ കിട്ടുന്ന 16 ഇഞ്ച് ഇവിടെ എടുത്തു. അപ്പോൾ നീളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ചാണ് എപ്പോഴും തയ്യൽ തുമ്പ് ചേർക്കേണ്ടത്. ഇനി ഇവിടെ നിന്നും ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടത്തേക്ക് ഒരു ക്രോസ് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? വീതി മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് 3.5 മാർക്ക് ചെയ്ത് ക്രോസ് ലൈൻ കൊടുത്തു. ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും. വീതി മാർക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് 10 ഇഞ്ചാണ്. അപ്പോൾ 10ൻ്റെ പകുതി 5-ൽ ഒരു മിഡ് പോയിൻ്റ് ഇട്ടിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് അങ്ങ് കൊടുക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. നമുക്ക് തെറ്റാനൊന്നും പോകുന്നില്ലപ്പോൾ. ഇതുപോലെ അങ്ങ് കൊടുത്തു. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണേ. ഞാനൊരു അളവ് കണക്കാക്കിയിട്ട് അങ്ങ് മാർക്ക് ചെയ്തേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് സ്ലീവ് ഷേപ്പ് വരച്ചു കൊടുത്തു. സ്ലീവിൻ്റെ കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറെ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. തയ്യൽ തുമ്പടക്കം നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്.
പിന്നെ നമുക്ക് താഴത്തെ കൈവണ്ണം 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എങ്ങനെയായാലും അളന്നിട്ടായാലും മതി, അല്ലെങ്കിൽ ഈ അളവിൻ്റെത് വെച്ച് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതാ അതിൻ്റെ കുറച്ച് മുകളിലോട്ട് വരുന്ന അളവ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒരു 7 ഇഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്തും നമുക്ക് നോക്കാം. കണ്ടോ, 5 ഇഞ്ചിൽ ഒരു 7 ഇഞ്ച് വീതി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ മുകളിൽ നിന്നും 5 ഇഞ്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. മോശം ഭാഗത്താണ് എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതാ പോയിന്റ്സ് എല്ലാം തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തേക്കണം. കുറച്ച് സ്പീഡ് തന്നെയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത്, ടൈം തീരെ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബിസിയാണ്, അതാണ് ഡീറ്റെയിൽഡ് ആക്കാൻ പറ്റാത്തത്. എന്നാലും ഞാൻ ടൈം കിട്ടിയാൽ നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് തരും. വീഡിയോസൊക്കെ കുറേ എടുക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒരു ഇത്തിരി കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്, 1/4 ഇഞ്ച്. അതും നമുക്ക് ചെയ്യണം. ഇതാ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഭാഗം മാത്രം ഒരു ഇത്തിരി കുഴിച്ച് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നല്ല ഭാഗവും ഒരുമിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. മനസ്സിലായില്ലേ? സ്ലീവിൻ്റെ ഫ്രണ്ടിലെ ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാനാണ് നമ്മളിത് രണ്ടും. നല്ല ഭാഗവും തന്നെ മുട്ടിച്ച് വെക്കണം, മാറിപ്പോകരുത്. എന്നിട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരിത്തിരി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. ഒരു 1/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ബോഡി പാർട്ടിൽ എത്രയാണോ കുഴിച്ച് കട്ട് ചെയ്തത് അത്ര തന്നെ വേണം നമ്മൾ സ്ലീവിൻ്റെ ഇവിടെയും കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് വല്ലാത്ത ഏറ്റക്കുറച്ചിൽ വന്നേക്കാം. കണ്ടോ, ഒരിത്തിരി അങ്ങോട്ട് ഇതാ ഇവിടെ തയ്യൽ തുമ്പാണേ. തയ്യൽ തുമ്പും കഴിഞ്ഞ് കുറച്ചൊരിപ്പുറത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇതേ രീതിയിൽ അത് ഞാനങ്ങ് നൈസായിട്ട് കട്ട് ചെയ്തങ്ങ് കളയുന്നുണ്ട്. നല്ല മനസ്സിലാവാത്ത രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൺഫ്യൂഷൻ വരും ഏത് ഭാഗമാണെന്നുള്ളത്. അതുകൊണ്ട് ഒരു ചെറിയ കട്ടിങ്സ് അവിടെയും കൊടുത്തു. അപ്പോൾ നമ്മൾ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തു, ബോഡി പാർട്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ പണി മാത്രമേ ഉള്ളൂ അല്ലേ? നെക്ക് കട്ട് ചെയ്യാനാണ് ഞാനിതാ ക്യാൻവാസ് എടുത്തുകൊണ്ട് വന്നത്. ബാക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ടും ഫ്രണ്ട് പാർട്ടിലേക്ക് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ടിട്ടാണേ ഉള്ളത്. ആദ്യം ബാക്ക് പാർട്ട് നെക്ക് കട്ട് ചെയ്യാം. ഞാൻ 3.5 അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3.5 ഒരു ഇത്തിരി ബാക്കിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് എത്രയാണോ വേണ്ടത് കറക്റ്റ് അത്ര തന്നെ മാർക്ക് ചെയ്യുക. ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ നെക്ക് ലെങ്ത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറി പോകും. അതുകൊണ്ടാണ് ഒരു 1/4 ഇഞ്ച് കൂട്ടിയെടുക്കണമെന്ന് പറയുന്നത്. ഞാനിതാ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കണം. ഇതുപോലെ വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് അങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ചുറ്റിലും 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നും പുറത്തുകൂടെ ഒരു ഔട്ട്ലൈൻ പോലെ വരയ്ക്കില്ലേ, അതേ ഷേപ്പിൽ യു ഷേപ്പിൽ അങ്ങനെ കൊടുക്കുക. റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ അങ്ങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരേ കട്ട് ചെയ്യുന്നത്. വീഡിയോൻ്റെ അകത്ത് കൊള്ളുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ. അത് ഞാൻ എന്തായാലും ഇപ്പം കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്നത് ടേബിളിലേക്ക് നോക്കിയാട്ടെ, അതിൽ കാണുന്നുണ്ട്. നമ്മൾ മുകളിൽ ഫുള്ള് കട്ട് ചെയ്യാതെ നമ്മൾ അവിടെ ഒരു ബ്രിഡ്ജ് പോലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് നെക്ക് 2 സൈഡിലേക്കും അകന്നു പോകും. ഞാനൊന്നും ശ്രദ്ധിക്കാണ്ട വീഡിയോ എടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കാണിച്ചു തരാം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാം. മുകളിൽ അങ്ങനെയൊന്ന് വെക്കണം, അല്ലെങ്കിൽ നെക്ക് 2 സൈഡിലേക്കും പോകും. നമുക്ക് അളവ് മനസ്സിലാവാത്ത രീതിയിൽ ആയിപ്പോകുമേ. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ടിലും അതുപോലെ തന്നെ നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, സെയിം അളവ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് ലെങ്ത്ത് ഞാനിതാ 6 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ബോക്സ് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ. എന്നിട്ട് നമ്മളൊരു മോഡലാണ് ആക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 4.5 കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഹോള് പോലെ വരുന്ന ഒരു നെക്ക് നമുക്ക് ചെയ്യാം.
ഇതാ ഇതുപോലെ. എന്നിട്ട് അവിടെയും ഒരു ലൈൻ അങ്ങ് കൊടുത്തു, ഒരു ബോക്സ് അങ്ങ് ആക്കി കൊടുത്തു. ഇനിതാ ഞാൻ ഈ ഒരു ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നെക്ക് വരയ്ക്കാനാണ് പോകുന്നത്. കൈ കൊണ്ട് വരച്ചാലും മതി. ഇതാ ഇതുപോലെ അങ്ങ് വരയ്ക്കാം. നല്ലോണം വൈഡ് പോലെ വേണമെങ്കിൽ കുറച്ചും കൂടെ പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ അങ്ങ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ രണ്ടാമത്തെ ആ ഒരു ബോക്സ് കണ്ടില്ലേ, അവിടെ ഇതാ നമ്മളുടെ ഫ്രഞ്ച് കർവിൻ്റെ ഉള്ളിലെത്തിയ ആ ഒരു കർവ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേ രീതിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ അവിടെ ഒരു കർവ് പോലെ ഒരു ഹോള് വരുന്ന രീതിയിലൊരു റൗണ്ട് ഷേപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇതാ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം, നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ ഇതാ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ. വരച്ചിട്ട് കണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറമേ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം. ഇതാ 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഷേപ്പ് വരച്ചു. ഇതാ താഴെ ഭാഗത്ത് എത്തുമ്പോൾ ഇതാ അവിടെ നിന്ന് ഇതേപോലെ വരയ്ക്കുക. കാണുന്നില്ലേ, ഇങ്ങനെ വരയ്ക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇതാ വീണ്ടും ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ടോ, ശ്രദ്ധിക്കാണ്ട് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണിക്കാൻ തന്നെ ഞാൻ മറന്നുപോയി. നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ മുകളിൽ അങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ വെക്കണം, അല്ലെങ്കിൽ 2 സൈഡിലേക്കും കഴുത്ത് അകന്നു പോകും. നമുക്ക് ലാസ്റ്റ് പിടികിട്ടൂല എത്രയാണ് എന്നുള്ള നെക്ക് വിഡ്ത്ത്. അതിനാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേ രീതിയിലാണ് നെക്ക് നമുക്ക് വരുന്നത്. ഇനി അടുത്ത് ഇതാ നമുക്കിതാ നെക്ക് ഇതുപോലെ വെച്ചിട്ട് നോക്കുക. ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഇതിനേക്കാളും ഒരു 1/2 ഇഞ്ച് അധികം വരുന്ന രീതിയിൽ ഒരു തുണി നമുക്ക് വേണം. നമുക്കിത് അയൺ ചെയ്ത് വെക്കാനുള്ളതാണ്. എന്നിട്ട് നമുക്ക് അയൺ ചെയ്തിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പീസ് കൂടെ ബാക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് സൈഡിലൊക്കെ തുണി പോയല്ലോ, അപ്പോൾ അതിൽ നിന്നും നമുക്ക് വേസ്റ്റ് പീസ് കിട്ടും. അതെടുത്താൽ മതി. ഇതുപോലെ കണ്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കണം. ഇതാ ഇതുപോലെ മോശം ഭാഗത്ത് ഇങ്ങനെ വെക്കുക. തുണീൻ്റെ ആ ഒരു ക്യാൻവാസിൻ്റെ ഗ്ലേസിങ് ഉള്ള ഭാഗമാണ് നമുക്ക് ഒട്ടുന്നത്. പശ ഉള്ളത് ആ ഭാഗത്താണ്. അപ്പോൾ അത് തുണിയിൽ ഇങ്ങനെ മുട്ടിച്ച് വെക്കണം, എന്നാലേ ഒട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് എടുക്കണം. ഞാൻ കാണിക്കാം. ഇതാ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് മാത്രം വെച്ചിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്യണം. ഇതാ താഴെ ഭാഗമൊക്കെ കട്ട് ചെയ്യാം. മുകളിൽ നമുക്കതിന് കണക്കായിട്ട് കട്ട് ചെയ്യാം, അത് നമുക്ക് കുഴപ്പമില്ല. സൈഡൊക്കെ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ സൈഡ് മടക്കിയിട്ട് ഇതുപോലെ ഞാൻ വെക്കുന്ന കണ്ടോ, അതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാ ഇപ്പുറത്തേതും അങ്ങനെ തന്നെ കട്ട് ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും വേണം. പിന്നെ ഇതാ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഇതാ ഇവിടെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു കട്ടിങ് 2 സൈഡിൽ ഇട്ടിട്ട് അതുപോലെ അങ്ങ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. മുകളിലൊക്കെ ലെവലായിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ നോക്ക്, ഞാനിതാ ചെയ്തെടുത്തിട്ട് കണ്ടല്ലോ. ഇതുപോലെ രണ്ടും ചെയ്തു. ഇനി നമുക്ക് ബോഡി പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പോകാം. ആദ്യം ഫ്രണ്ടിലെ ലൈനിങ് എടുത്തു. ഒരു പീസ് നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും 2 പീസ് നല്ല തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് എടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ ലൈനിങ് എടുത്ത് ഇതുമായിട്ട് നമുക്കങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. മോശം ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്, ശ്രദ്ധിക്കണം. നല്ല തുണീൻ്റെ മോശം ഭാഗത്ത് ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. ഇതുപോലെ വെക്കും. എന്നിട്ട് എല്ലാ ഭാഗവും അതിൻ്റെ ഏറ്റവും എഡ്ജ് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഏറ്റവും അടുപ്പിച്ച് തറ്റത്തേ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഈ ഒരു ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം അങ്ങ് മടക്കി എടുക്കുകയും വേണം. ഇതാദ്യം ചെയ്തിട്ട് വേണം ലൈനിങ്ങുമായിട്ട് നല്ല തുണി ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഏറ്റവും സൈഡിലേ പോകണം കേട്ടോ. ഇതാ കറണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ ലൈറ്റ് കുറവാണ്. ഞാൻ എന്തായാലും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ അധികം വരുന്നതിനെ ഇനി നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ലെങ്ത് ഒന്നും കട്ട് ചെയ്ത് പോകല്ലേ. ഇതാ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേ രീതിക്ക് ബാക്ക് പാർട്ട് കൂടെ നിങ്ങൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ രണ്ടും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതാ ബാക്ക് പാർട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു ബാക്കിലെ റൗണ്ടിനൊക്കെ എടുത്തിട്ട് 2ആയി മടക്കി സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്യണം. സെൻറ്ററിൽ ഒരു കട്ടിംഗ് ഒക്കെ കൊടുക്കാം നമുക്ക്. എന്നിട്ട് ബോഡി പാർട്ടും നമുക്ക് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ പോകാൻ. ഇതുപോലെ 2ആയി മടക്കിയിട്ട് നല്ലോണം നമുക്ക് നഖത്തോണ്ടൊന്ന് പ്രസ് ചെയ്ത് ആക്കി കൊടുത്താൽ അവിടെ സെൻറ്റർ കിട്ടുമല്ലോ. നോച്ച് മാർക്കും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിൻ വെച്ച് കുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ പോകാൻ. ഇതാ കറക്റ്റ് സെൻറ്റർ കൂടെ ഒരു ലൈൻ കൂടെ കൊടുത്തേക്കാം. നമുക്ക് കറക്റ്റ് നടുവിലായിട്ട് തന്നെ കിട്ടണം. നമ്മൾക്ക് ആ ഒരു ക്യാൻവാസ് വെച്ചത് കറക്റ്റ് നടുവിൽ വെക്കണം. അതിനാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടൊക്കെ വരയൊക്കെ വരഞ്ഞു കൊടുക്കുന്നത്.
അതിനുശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. നിവർത്തിയിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ നടുക്ക് കറക്റ്റായി വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ പിന്നൊക്കെ ചെയ്ത് വെക്കണം. തൽക്കാലം ഞാൻ പിൻ ചെയ്ത് വെക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ പിന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ക്യാൻവാസിൻ്റെ മേളിലേക്ക് കയറാണ്ട് ഏറ്റവും സൈഡ് കൂടെ ക്യാൻവാസ് കയറാൻ പാടില്ല, കുറേ ഇങ്ങോട്ടും ആയിരിക്കാൻ പാടില്ല. ക്യാൻവാസ് കഴിഞ്ഞിട്ട് വരുന്ന അതിലേക്കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. തൽക്കാലം ഞാൻ 1-2 പിന്ന് ഇവിടെ കുത്തി വെക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിലിപ്പോൾ പിന്ന് ഇല്ല, കുറേ പിന്നൊക്കെ മിസ്സായിപ്പോയി, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ക്യാൻവാസിൻ്റെ മുകളിൽ കാണുന്ന സ്റ്റിച്ച് അല്ല കേട്ടോ, അത് നമ്മൾ ക്യാൻവാസ് ശരിക്കും ഒട്ടാത്തത് കൊണ്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. ഇനി അടുത്തത് മുമ്പിലത്തെ പീസും കൂടെ വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റ് സെൻറ്ററൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡൗട്ട് വരണ്ട. ഇതുപോലെ ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് താഴോട്ട് ഷേപ്പിലേക്ക് പോവണ്ട. ആദ്യം റൗണ്ട് ഫുള്ള് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേന്ന് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക, ഇവിടെ വരെ വരിക. നടുക്ക് നമ്മൾക്ക് അവിടെ ഒരു എന്തെങ്കിലും ബട്ടൺ പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്ന രീതിയിൽ അങ്ങ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ജസ്റ്റ് പിൻ വെച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. പേൾ പിന്നെല്ലാം തീർന്നു. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് താഴത്തെ ഭാഗം ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം ഞാനിത് മാർക്ക് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ആ നടുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ ഒരു 1/4 ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ മുകളിൽ ചെയ്ത ആ ഒരു റൗണ്ട് ഷേപ്പിൽ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഇതാ ക്യാൻവാസ് കയറാണ്ട് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ നെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമുക്ക് വേറെ തന്നെ നെക്കിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യണം. എന്നിട്ട് നമുക്ക് നടുക്ക് എന്തായാലും കുറച്ചൊരു സ്പേസ് പോലെ വരും. അപ്പോൾ അവിടെ എന്തെങ്കിലും ബട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും പേൾ ബീഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിതാ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇവിടുന്ന് സെൻറ്റർ കൂടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പും അങ്ങനെ തന്നെ ഒരു തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് ബാക്കി നിർത്തണം. ഇവിടെ ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇവിടെയൊക്കെ കട്ടിങ്സ് കൊടുക്കാം. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് സൈഡ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അത് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഇനി ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം ഉള്ളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കത്രികയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താലേ അത് പുറത്തേക്ക് വരുള്ളൂ. പിന്നെ നമുക്കൊരു നൂല് വെച്ചിട്ടും നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ വേറെ ക്ലാസ്സിൽ കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അതെല്ലാം ശരിയാക്കിയിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണം. ഞാനിത് നല്ല രീതിയിൽ ആക്കിയിട്ട് അയൺ ചെയ്ത് അവിടെ വെക്കുക. ഇതേപോലെ ബാക്ക് പാർട്ടും ഞാൻ ചെയ്തെടുക്കും. കണ്ടോ, നല്ല നീറ്റായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യലാണ് പരിപാടി. അതിനുശേഷം നമുക്ക് നെക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച്, ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഹെമ്മിങ് മാത്രം ചെയ്ത് കൊടുത്താലും മതി. സ്റ്റിച്ച് പുറമേ കാണുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഹെമ്മിങ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ഇതേപോലെ നല്ല ഭാഗവും മുട്ടിച്ച് വെക്കണം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ അറിയില്ലേ, ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മളുടെ ആ ഒരു നെക്കിന് വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് ഒന്നിൻ്റെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കടത്തി അങ്ങ് വെക്കണം. ആദ്യം രണ്ടും ഒരുപോലെ വെക്കുക. എന്നിട്ട് ഒരു പീസിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക നോക്കണം. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ അടുപ്പിച്ച് വെച്ചുവേ, നല്ല വൃത്തിക്ക് വെക്കുക. എന്നിട്ട് ഒരു പീസിനെ എടുക്കുക. എന്നിട്ട് ഇപ്പുറത്തേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വെക്കുക. എന്നിട്ട് സാധാ ചെയ്യും പോലെ സ്റ്റിച്ച് ചെയ്യുക. നല്ല നീറ്റായിട്ട് കിട്ടും. ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പൊന്നും നെക്കിൻ്റെ അതിലേക്കൂടെ പുറത്തേക്കൊന്നും കാണില്ല.
നീറ്റായിട്ടുണ്ടാവും. ഇനി ഞാനുണ്ടല്ലോ നമ്മളുടെ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു കുഞ്ഞ് ഓപ്പണിങ് കൊടുത്തിട്ടില്ലേ, ഞാൻ അവിടെ കുറച്ച് ബീഡ്സുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ പേൾ ബീഡ് ഇങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ അങ്ങ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് മോഡലാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അറിയാമല്ലോ, സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം എന്ത് ചെയ്യണം, ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ, ഫ്രണ്ടിലെ പോർഷനിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ രണ്ടും ഞാൻ ചെയ്തെടുക്കട്ടെ. ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. നമ്മളുടെ സൈഡ് കൂട്ടിയിട്ട് പിന്നെ സ്ലിറ്റ് അടിക്കുക, സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക, താഴെ ഭാഗം മടക്കി അടിച്ചാൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്ര മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. മെയിനായിട്ട് കട്ടിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. നമുക്ക് എന്നാലേ വേറൊരു വീഡിയോ കൊണ്ടകത്ത് കാണാം കേട്ടോ. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരും. അതുപോലെ കമൻറ്റ് ചെയ്താലും ഞാൻ മാക്സിമം റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ശരി, എന്നാലേ പിന്നെ കാണാം കേട്ടോ.